നമസ്കാരം. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ വളരെ കൗതുകകരമായ ചില തെരഞ്ഞെടുപ്പ് ഫലങ്ങളും നമുക്ക് കാണാൻ കഴിയും. ഇതിലൊന്നാണ് മൂന്നാർ പഞ്ചായത്തിൽ സോണിയാഗാന്ധി പരാജയപ്പെട്ടത്. സോണിയാഗാന്ധി മൂന്നാർ പഞ്ചായത്തിലെ ഒരു വാർഡിൽ മത്സരിച്ച BJP സ്ഥാനാർത്ഥിയാണ്. ഇവർ നേരത്തെ മത്സരിക്കാൻ ഇറങ്ങിയപ്പോൾ തന്നെ വലിയ തോതിലുള്ള മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വലിയ തോതിൽ വൈറലായ ഒരു വാർത്തയായിരുന്നു സോണിയാഗാന്ധി BJP സ്ഥാനാർത്ഥിയായി മൂന്നാറിൽ മത്സരിക്കുന്നു എന്നുള്ള കാര്യം. ആദ്യം ഈ വാർത്ത കേട്ട പലരും അമ്പരം തിരുന്നു. സോണിയാഗാന്ധി എങ്ങനെയാണ് മൂന്നാർ പഞ്ചായത്തിലൊന്ന് മത്സരിക്കുന്നത് എന്ന്. ഒരു കാലത്ത് മൂന്നാറിലെ പ്രമുഖനായ കോൺഗ്രസ് നേതാവായ ദുരൈസ്വാമിയുടെ മകളാണ് സോണിയാഗാന്ധി. സോണിയാഗാന്ധിയോടുള്ള തൻ്റെ ആദരവ് കൊണ്ടാണ് തനിക്കൊരു മകൾ ജനിച്ചപ്പോൾ അവർക്ക് സോണിയാഗാന്ധി എന്ന് പേരിട്ടത്. ഏതായാലും വിവാഹിതയായതിനു ശേഷമാണ് സോണിയാഗാന്ധി BJPക്കാരിയായി മാറുന്നത്. ഇവരുടെ ഭർത്താവും BJPയുടെ പ്രാദേശിക നേതാവായിരുന്നു. അങ്ങനെയാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സോണിയാഗാന്ധി BJP സ്ഥാനാർത്ഥിയായി രംഗത്തെത്തിയത്. സോണിയാഗാന്ധി എന്ന BJP സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള വാർത്തകൾ എങ്ങും പരന്നതോടെ പലർക്കും ഇത് അത്ഭുതകരമായി മാറിയിരുന്നു. അങ്ങനെ സോണിയാഗാന്ധി തോട്ടം മേഖലയിലൊക്കെ തന്നെ പിതാവിൻ്റെ ഒരു സ്വാധീനം ഉണ്ടായിരുന്നു. അതുപോലെ അവർക്കും അവരുടെ പേരിൻ്റെ പ്രത്യേകതയൊക്കെ കൊണ്ട് തന്നെ വലിയ തോതിലുള്ള പ്രചാരണമാണ് അന്ന് അവിടെ സംഘടിപ്പിച്ചിരുന്നത്. താൻ ജയിക്കുമെന്നുള്ള ആത്മവിശ്വാസമാണ് അവർ പലതവണ പ്രകടിപ്പിച്ചിരുന്നതൊക്കെ തന്നെ. എന്നാൽ എല്ലാ പ്രതീക്ഷകളും തെറ്റിച്ചുകൊണ്ട് ഇവിടെയും ജയിച്ചത് UDF സ്ഥാനാർത്ഥിയാണ്. ഇടുക്കി ജില്ലയിൽ ആകെ തന്നെ വലിയ തോതിലുള്ള UDF തരംഗമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇടുക്കി ജില്ലയിൽ ഇപ്പോൾ UDF ഇത്രയും വലിയ തരംഗമായി ആഞ്ഞു വീശുന്നത്. അവിടെ LDFനെ സംബന്ധിച്ചിടത്തോളം തോട്ടം മേഖലയിലാകെ തന്നെ UDFൻ്റെ ശക്തി വർദ്ധിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒപ്പം LDFന് വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടായി. അതുപോലെ NDAയ്ക്കും ഇടുക്കി ജില്ലയിലെ എല്ലാ സ്ഥലങ്ങളിലുമൊക്കെ തന്നെ വലിയ തോതിലുള്ള വിജയം ആവർത്തിക്കാൻ കഴിഞ്ഞിട്ടുമില്ല. എന്നാലും സോണിയാഗാന്ധിയുടെ ഒരു പരാജയം വലിയ തോതിലുള്ള വാർത്താ പ്രാധാന്യം നേടുകയാണ്. ഈ ഒരു പേര് കൊണ്ട് മാത്രമാണ് അവർ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടത്. അതുപോലെ കൂത്താട്ടുകുളത്ത് മത്സരിച്ച മായാവി എന്ന സ്ഥാനാർത്ഥി പരാജയപ്പെട്ടിരിക്കുന്നത്. ഈ പേരിൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെയാണ് മായാവി എന്ന സ്ഥാനാർത്ഥിയെ മായാവി എന്നാക്കി എല്ലാവരും വലിയ തോതിൽ അന്ന് ഏറ്റെടുത്തിരുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ മാത്രമല്ല TV ചാനലുകളിലൊക്കെ തന്നെ വലിയ തോതിലുള്ള വാർത്തയായി മാറിയിരുന്നതാണ് ഈ മായാവിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണവും മറ്റുമൊക്കെ തന്നെ. ഏതായാലും മായാവിക്കും ഇപ്പോൾ പരാജയത്തിൻ്റെ കയ്പുനീര് നുണയേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഒടുവിൽ കിട്ടുന്ന വാർത്ത. പേരിൻ്റെയും മറ്റും പ്രത്യേകതകൾ കൂടി കണക്കിലെടുത്തായിരിക്കും അവരുടെ പാർട്ടികൾ ഇവരെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചത് എന്ന് നമുക്ക് കരുതേണ്ടി വരും. എങ്കിൽ പോലും ജനങ്ങൾ ഇത്തരം കാര്യങ്ങളിലൊന്നും തന്നെ തൽപരരല്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ വളരെ രാഷ്ട്രീയപരമായി തന്നെ രാഷ്ട്രീയ വോട്ട് തന്നെയാണ് അവർ രേഖപ്പെടുത്തിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ ഒരു പ്രത്യാഘാതം തന്നെയാണ് ഇത്തരത്തിലുള്ള വിചിത്രമായ പേരുകളുള്ള, അതിൻ്റെ പേരിൽ ഒരുപാട് സമൂഹ മാധ്യമങ്ങളെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ കഴിഞ്ഞ സ്ഥാനാർത്ഥികൾക്കെല്ലാം തന്നെ പരാജയപ്പെടേണ്ടി വന്നത്.